രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അശുഭകരമായ വാർത്തകൾ പുറത്തുവരുന്നതിനു പിന്നാലെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ആരോപണമുയരുമ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്ന ബിൽ അടുത്ത മാസം കൂടുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരുമെന്ന് ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ പറഞ്ഞു. പാർട്ടി സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 22 ബില്യൺ പൗണ്ടിന്റെ ധനക്കമ്മി നികത്താൻ അടുത്ത ബജറ്റിൽ ചില കടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമാണ് രാജ്യത്തിന്റെ സമ്പദ്സ്ഥിതിയെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകുന്നത് എന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്നാണ് ഉപപ്രധാനമന്ത്രി പറയുന്നത്. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതോടെ പ്രതീക്ഷകൾക്ക് ചിറക് മുളച്ചുവെങ്കിലും വെല്ലുവിളികൾ ഏറുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തങ്ങൾക്കാവില്ല, അത് അഭിമുഖീകരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ അവർ അതാണ് സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസമെന്നും സൂചിപ്പിച്ചു. ലേബർ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിലെ ആദ്യത്തെ പൂർണ്ണദിന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. എന്നാൽ ശരിയായ നടപടിക്രമങ്ങൾ എടുത്താൽ എല്ലാം നേരെയാകും. സുസ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ച കൊണ്ട് മാത്രമേ ബ്രിട്ടനിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. ബ്രിട്ടന്റെ നില പഴയതിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളുടെ അടിത്തറയിട്ട് കഴിഞ്ഞുവെന്നും അവർ കൂട്ടിച്ചേർത്തു. വാടകക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങളും അവർ വിവരിച്ചു. കാരണം കൂടാതെ ഒഴിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ഇതിലുള്ളത്. പുതിയ സമൂഹ ഭവന നിർമ്മാണ പദ്ധതികളെക്കുറിച്ചും ഉപപ്രധാനമന്ത്രി സൂചിപ്പിച്ചു. എന്നാൽ തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനുള്ള ബില്ലുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിലാണ് ഏറെ കയ്യടികൾ ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ബിൽ പാർലമെന്റിന്റെ ഒക്ടോബർ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വെക്കും. ഈ ബില്ലിനെതിരെ വ്യാപാര വ്യവസായ സമൂഹത്തിൽ നിന്നും ചില ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.